Hi, hello all, welcome to my YouTube channel. Next concept എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് നറേറ്റീവ് ഫിലിംസ്. നറേറ്റീവ് ഫിലിംസിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു ഫാസിനേറ്റിംഗ് ജേർണി തന്നെയാണ്. കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകളൊക്കെ കൂടി സൊസൈറ്റിയിൽ ചേഞ്ചസ് വന്നു, ആർട്ടിസ്റ്റിൻ്റെ അപ്രോച്ചസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സോ നറേറ്റീവ് ഫിലിംസ് എങ്ങനെയാണ് ഇവോൾവ് ആയെന്ന് നമുക്ക് നോക്കാം. ഏർലി സിനിമ എന്ന് പറയുന്നത് 1890s തൊട്ട് 1910 വരെയുള്ള കാലഘട്ടമാണ്. ഏർലിയസ്റ്റ് ഫിലിംസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരുന്നു, നോൺ നറേറ്റീവ് ആയിട്ടുള്ള ക്ലിപ്സ് ആയിരുന്നു. അതായത് സിമ്പിൾ ആക്ഷൻസ് അല്ലെങ്കിൽ സിമ്പിൾ സീൻസ് മാത്രം കാണും. എക്സാമ്പിൾ, വർക്കേഴ്സ് ലീവിങ് ദി ലുമിയ ഫാക്ടറി. അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിനകത്ത്. ഇപ്പോൾ ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള ജോർജസ് മിലിയസ് ആൻഡ് എഡ്വിൻ എസ് പോർട്ടർ ഇവരാണ് നറേറ്റീവ് ടെക്നിക്സ് ഒക്കെ കൊണ്ടുവന്നത്. ഈ ജോർജസ് മിലിയസിൻ്റെ ട്രിപ്പ് ടു ദ മൂൺ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് വൺ ഓഫ് ദി ഫസ്റ്റ് നറേറ്റീവ് ഫിലിംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനകത്ത് എഡിറ്റിങ്ങും സ്പെഷ്യൽ എഫക്റ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു ക്ലിയർ സ്റ്റോറി പറഞ്ഞിരിക്കുന്നത്. നറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പം ഏർലി നറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ലീനിയർ ആയിട്ടുള്ള നറേറ്റീവ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എഡ്വിൻ എസ് പോർട്ടറിന്റെ ദ ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്നുള്ള മൂവി, അത് ആ ഒരു ഫിലിം, അതിനകത്ത് ക്രോസ് കട്ടിങ്ങും പാരലൽ എഡിറ്റിങ്ങും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസും ഒക്കെ യൂസ് ചെയ്തു. അതിനൊരു കോംപ്ലക്സ് നറേറ്റീവ് സ്ട്രക്ചറാക്കി മാറ്റി. ഇനി സൈലന്റ് ഫിലിം ഇറ 1910 തൊട്ട് 1920s വരെയാണ് സൈലന്റ് ഫിലിം ഇറ എന്ന് പറയുന്നത്. ആ സമയത്ത് നറേറ്റീവ്സ് ഒക്കെ വളരെ ലോങ്ങറായി മാറി. ഫീച്ചർ ലെങ്ത് ഫിലിംസ് ഒക്കെ, അതായത് ലെങ്തി ഫിലിംസ് ഒക്കെ വരാൻ തുടങ്ങി. മോർ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ഹാപ്പൻ ചെയ്തു. D.W. ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹമൊക്കെ നറേറ്റീവ് ടെക്നിക്സിനെ ഒരുപാട് അഡ്വാൻസ് ചെയ്തു. അതായത് ക്ലോസപ്പ് സീനും അതിൻ്റെ ഇടയ്ക്ക് ഇന്റർ കട്ടിംഗ് സീൻസ് ഒക്കെ ഉൾപ്പെടുത്തി. എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ ബർത്ത് ഓഫ് എ നേഷൻ. നെക്സ്റ്റ്, വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്. സൗണ്ട് ഇല്ലാതെ ഫിലിം മേക്കേഴ്സ് വിഷ്വലായിട്ട് സ്റ്റോറി ടെല്ല് ചെയ്യുമായിരുന്നു പണ്ട്, എക്സ്പ്രസീവ് ആക്ടിങ്ങിലൂടെയും ലൈറ്റിങ്ങിലൂടെയും ഒക്കെ. സൈലന്റ് ഫിലിംസ് ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ടൈറ്റിൽ കാർഡ്സ് അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ടൊക്കെയായിരുന്നു. ഇവർ ഡയലോഗ്സ് അല്ല, ടൈറ്റിൽ കാർഡ്സ് വെച്ചിട്ടൊക്കെയായിരുന്നു എന്താണ് സൈലന്റ് ഫിലിംസ് ഇറങ്ങിയത്. അപ്പോൾ ഇവർ കൂടുതൽ യൂസ് ചെയ്തത് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. ഇപ്പം നറേഷൻ ആണെങ്കിലും പ്രോഗ്രസ് ചെയ്യുന്നത്, ഇമോഷൻസ് പ്രോഗ്രസ് ചെയ്യുന്നതാണെങ്കിൽ കൂടി ക്യാരക്ടേഴ്സ് ഓവറായിട്ട് അഭിനയിക്കേണ്ടി വരുമായിരുന്നു സൈലന്റ് ഫിലിംസിൽ. ബിക്കോസ് വിത്തൗട്ട് എനി ഡയലോഗ്സ് അല്ലേ. സോ ദി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വിൽ ബി ഷിഫ്റ്റഡ് ടു വിഷ്വൽ ഇമേജസ്. വേരിയസ് ഒരുപാട് ജാണേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ എപ്പിക്സ്, കോമഡീസ്, അതായത് ചാർലി ചാപ്ലിൻ്റെ ഫിലിംസ് ഒക്കെ ആ സമയത്ത് വന്നു. ആക്ഷൻ അല്ലെങ്കിൽ അഡ്വഞ്ചർ വരാൻ തുടങ്ങി. അങ്ങനെ ഫിലിം മേക്കേഴ്സ് നറേറ്റീവ് സ്ട്രക്ചറിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഇനി സൗണ്ട് ഇറ എന്ന് പറയുന്നത് 1927 to 1930s സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദ ജാസ് സിംഗർ എന്നുള്ള മൂവിയോട് കൂടിയാണ് സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സിങ്ക്രണൈസ്ഡ് സൗണ്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. സിങ്ക്രണൈസ്ഡ് സൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട്, അതായത് ഡയലോഗ് പ്ലസ് ഇമേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇന്നോവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നറേറ്റീവ് ഫിലിംസിൻ്റെ നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. സ്പോക്കൺ ഡയലോഗും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ്, ഡയലോഗ് ഡ്രിവൺ നറേറ്റീവ്സ്. ഡയലോഗ് ഡ്രിവൺ നറേറ്റീവ്സ് വരാൻ തുടങ്ങിയപ്പോൾ സൗണ്ടിന് അല്ലെങ്കിൽ ഡയലോഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഫിലിം മേക്കേഴ്സിന് അപ്പോൾ നല്ല രീതിയിൽ പ്ലോട്ടൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റി. ക്യാരക്ടേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് കൊടുക്കാൻ സാധിച്ചു. ഗോൺ വിത്ത് ദ വിൻഡ് എന്നുള്ളത് അങ്ങനെ ഒരു ഫിലിമിന് എക്സാമ്പിളാണ്, ഗോൺ വിത്ത് ദി വിൻഡ്. ഇനി 1930s ഒരുപാട് ന്യൂ ജോണേഴ്സ് വന്നു. ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്താ പറയുക, ഗാങ്സ്റ്റർ ഫിലിംസ്, ഹൊറർ വന്നു, മ്യൂസിക്കൽ ഫിലിംസ് ഒക്കെ വന്നു. അപ്പം ഹോളിവുഡിന്റെ ക്ലാസിക്കൽ നറേറ്റീവ് സ്ട്രക്ചറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ, അത് 1940s തൊട്ട് 1950s വരെയുള്ള കാലഘട്ടമാണ് ക്ലാസിക്കൽ ഹോളിവുഡ് സിനിമ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ നറേറ്റീവ് സ്റ്റൈലായിരുന്നു, 3 ആക്ട് സ്ട്രക്ചർ ആയിരുന്നു, ക്ലിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ്, ക്യാരക്ടറൊക്കെ നല്ല ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ ഒരു ലോജിക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഫിലിംസ് എല്ലാം ടിപ്പിക്കലി ഫോളോ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്നത് പ്രൊട്ടാഗണിസ്റ്റുകളെയാണ്. പ്രൊട്ടാഗണിസ്റ്റുകൾക്ക് ഒരുപാട് ചലഞ്ചസ് കാണും, പിന്നെ അവർ സോൾവ് ചെയ്യുന്നു. എക്സാമ്പിൾ കാസബ്ലാങ്ക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്, 1942 ഇറക്കിയത്. ഇനി 1940s ഒക്കെ ആയപ്പോഴത്തേക്ക് ഫ്ലാഷ് ബാക്ക് ടെക്നിക്സും പിന്നെ ഈ കുറച്ച് അംബീഗസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഡബിൾ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞൊരു ഫിലിമൊക്കെ ഇറക്കി. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചേഴ്സിനെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു ഇങ്ങനെയുള്ള മൂവീസ് വന്നത്. ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കായിരുന്നു ഇതിനകത്തൊക്കെ യൂസ് ചെയ്തിരുന്നത്.
പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് വാർ യൂറോപ്യൻ സിനിമ അമേരിക്കൻ ഫിലിംസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി ആഫ്റ്റർ വേൾഡ് വാർ. അപ്പം ഫെഡറിക്കോ ഫെലീനി, അക്കീറ കുറസോവ അവരൊക്കെ എന്താണ് എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ നോൺ ലീനിയർ ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഗ്ലോബൽ സിനിമയിലേക്ക് കൊണ്ടുവന്നു. ന്യൂ ഹോളിവുഡ് ആൻഡ് ഒറ്റേർ സിനിമയാണ് 1960s തൊട്ട് 1970s വരെയുള്ള കാലഘട്ടം. ട്രഡീഷണൽ നിന്നെല്ലാം മാറി 1960s ആൻഡ് 70s ക്ലാസിക് ഹോളിവുഡ് സ്ട്രക്ചറൊക്കെ മാറി ഒരു ന്യൂ ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ് വന്നു. അതിന് എക്സാമ്പിളാണ് സ്റ്റാൻലി കുബ്രിക്, മാർട്ടിൻ സ്കോർസീസ് ഒക്കെ. ഫിലിംസ് ഒരുപാട് എക്സ്പെരിമെന്റലായി, നറേറ്റീവ് ഫോംസ് എക്സ്പെരിമെന്റലായി, റെസൊല്യൂഷൻസ് ഒക്കെ ക്ലിയർ ആവാൻ തുടങ്ങി, ആന്റി ഹീറോസ് ഒക്കെ വരാൻ തുടങ്ങി, ഡാർക്കർ തീംസ് ഒക്കെ വരാൻ തുടങ്ങി. എക്സാമ്പിൾ ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ അപ്പോകാലിപ്സ് നൗ. നോൺ ലീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള നറേറ്റീവ്സ് വരാൻ തുടങ്ങി. എക്സാമ്പിൾ ലൈക്ക് പൾപ്പ് ഫിക്ഷൻ ബൈ ക്വെന്റിൻ ടാരന്റിനോ അല്ലെങ്കിൽ ഗോഡ് ഫാദർ പാർട്ട് 2. ഇതൊക്കെയെന്ന് വെച്ചാൽ ക്രൊണോളജിക്കൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിനെയൊക്കെ മാറ്റി ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള നറേറ്റീവ്സിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിൽ നിന്ന്, ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവ്സിൽ നിന്ന് സിനിമ വരാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് സിനിമ, പിന്നെ ഇറ്റാലിയൻ സിനിമകൾ, അതർ യൂറോപ്യൻ ഫിലിം മൂവ്മെന്റ്സ് എല്ലാം ഇങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ തുടങ്ങി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി അമേരിക്കൻ ഫിലിംസിനെ. ക്യാരക്ടർ സൈക്കോളജിക്കും റിയലിസത്തിനും സ്റ്റോറി ടെല്ലിങ്ങിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൂടാൻ തുടങ്ങി. നെക്സ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ആൻഡ് ഹൈ കോൺസെപ്റ്റ് ഫിലിംസ്. അത് 1980s തൊട്ട് 1990s വരെയായിരുന്നു ആ കാലഘട്ടം. 1970s 80s ബ്ലോക്ക് ബസ്റ്റർ ഫിലിംസും വരാൻ തുടങ്ങി. ജോസ്, സ്റ്റാർ വാർസ് ഇങ്ങനെയുള്ള ഫിലിംസ് ഒക്കെ ഇറങ്ങി. അത് ക്ലിയർ ആക്ഷൻ ഡ്രിവൺ നറേറ്റീവ്സ് ആയിരുന്നു. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള പ്ലോട്ട്സും ആയിരുന്നു. ഓക്കെ, ഇനി പിന്നെന്താണോ 1980s 1990s ഒരുപാട് ഫ്രാഞ്ചൈസി സിനിമകൾ വരാൻ തുടങ്ങി. ഇന്ത്യാന ജോൺസ്, ഡൈ ഹാർഡ്, ജുറാസിക് പാർക്ക്, ഇതെല്ലാം. അതായത് ഒരു കൈൻഡ് ഓഫ് സീരിയലൈസ്ഡ് സ്റ്റോറി ടെല്ലിംഗ്, ഇതിന് ഒരുപാട് പാർട്ടുകളുള്ള, അതായത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് അങ്ങനെ ഇറങ്ങുന്ന ഒരുപാട് സിനിമകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ സയൻസ് ഫിക്ഷനും ഫാന്റസി ജോണേഴ്സ് ഒക്കെ ഒരുപാട് വരാൻ തുടങ്ങി. ഫൈറ്റ് ക്ലബ്ബ്, ദ മേട്രിക്സ് പോലെയുള്ള സിനിമകൾ 1990s ഇറങ്ങി. അതൊക്കെ എന്ന് വെച്ചാൽ പോസ്റ്റ് മോഡേൺ ഐഡിയാസും റിയാലിറ്റിയും ഫാന്റസിയും തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ടുള്ള സംഭവവും. പിന്നെന്താ പറയുന്നത്, അല്ലാതെ കുറച്ച് തീംസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഡിജിറ്റൽ ആൻഡ് പോസ്റ്റ് സിനിമ എന്ന് പറയുന്നത് 2000 തൊട്ട് ഇപ്പോൾ വരെ പ്രസന്റ് വരെയുള്ളതാണ് ഡിജിറ്റൽ ആൻഡ് പോസ്റ്റ് സിനിമ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ ന്യൂ നറേറ്റീവ് ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. അവതാർ, ദ ലോർഡ് ഓഫ് ദ റിംഗ്സ് ട്രിലജി, ഇതൊക്കെ അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകൾ. അപ്പോൾ ഒരു ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കത്തില്ല അവരുടേത്. എക്സ്പെരിമെന്റൽ ആയിരിക്കും, ഡിജിറ്റൽ എഡിറ്റിംഗ് ആയിരിക്കും, ടൈം ലൈൻസ് ഒക്കെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കും, വിഷ്വൽ ടെക്നിക്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മോഡേൺ ഓഡിയൻസിന് എന്ന് വെച്ചാൽ ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ് ഇഷ്ടം. എക്സാമ്പിൾ നമ്മുടെ ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ, ഇൻസെപ്ഷൻ, മെമെന്റോ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ ഓഡിയൻസിന് ആക്റ്റീവായിട്ട് അവരെ വരുന്ന സിനിമ ആണ്. അതായത് സിനിമ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അങ്ങനെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് വന്നു. അപ്പോൾ പുതിയ കൈൻഡ് ഓഫ് എപ്പിസോഡിക് സ്റ്റോറി ടെല്ലിംഗ്, അതായത് സീരീസ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയില്ല. അപ്പോൾ എപ്പിസോഡിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് വന്നു. പിന്നെന്താ പറയുക, ലോങ്ങർ ആയിട്ടുള്ള നറേറ്റീവ്സ് ഒക്കെ ഫിലിംസ് ഇറങ്ങാൻ തുടങ്ങി, അതായത് സീരീസ് ഒക്കെ ഇറക്കാൻ തുടങ്ങി. പിന്നെ ഗ്രേറ്റർ എക്സ്പെരിമെന്റേഷന് വഴിയൊരുക്കി. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഫ്രീഡം ഒരുപാട് ഫിലിം മേക്കേഴ്സിന് കൊടുത്തു ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്. വൈഡർ ഓഡിയൻസിനെ ഇവർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഫ്രാഞ്ചൈസീസ് ഒരുപാട് ഇറക്കാൻ തുടങ്ങി അല്ലേ. അവരുടെ എല്ലാം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. പിന്നെ സ്റ്റാൻഡ് അലോൺ ഫിലിംസിന് പകരം മൂവീസ് എല്ലാം വളരെയധികം ഇന്റർ കണക്റ്റഡ് ആക്കാൻ തുടങ്ങി. ഇപ്പം ഫോർ എക്സാമ്പിൾ അവഞ്ചേഴ്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർ കണക്ഷൻസ് കാണുമല്ലോ എല്ലാ സിനിമയ്ക്കകത്ത്. അവഞ്ചേഴ്സിന്റെ തന്നെ അല്ലെങ്കിൽ മാർവലിന്റെ മിക്കവാറും എല്ലാ സൂപ്പർ ഹീറോ ഫിലിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ കാണും. അപ്പം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസും ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ നറേറ്റീവ്സ്, അതായിരിക്കും ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരാൻ തുടങ്ങിയതുകൊണ്ട് ന്യൂ ഫോം ഓഫ് നറേറ്റീവ് ഫിലിംസ് ഒക്കെ എമേർജ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് മിറർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫിലിമാണോ വീഡിയോ ഗെയിം ആണോ അതൊരു സ്റ്റോറി ടെല്ലിംഗ് ഇതാണോ എന്നൊക്കെയുള്ള ആ ഒരു ബൗണ്ടറീസ് ഉണ്ടല്ലോ, ലിമിറ്റേഷൻസ് എല്ലാം തകർത്തുകൊണ്ട് വന്നൊരു സിനിമയാണ് ബ്ലാക്ക് മിറർ. വിർച്വൽ റിയാലിറ്റി അല്ലെങ്കിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഈ നറേറ്റീവിനെ ആണെന്നുണ്ടെങ്കിലും സ്റ്റോറീസിനെ ആണെന്നുണ്ടെങ്കിലും വ്യൂവേഴ്സിന് പെട്ടെന്ന് ചിലപ്പോൾ ഇനി ഭാവിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലിംസ് ഒക്കെ ആയിരിക്കും ഇറക്കുന്നത്. നറേറ്റീവ് ഫിലിംസ് സിമ്പിൾ ലീനിയർ സ്റ്റോറി ടെല്ലിംഗിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള നറേറ്റീവ്സ് വരെയാണ് എത്തിച്ചിരിക്കുന്നത്. ടൈമും സ്പേസും റിയാലിറ്റിയൊക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി വരെ ഫിലിംസിൽ മാറി. ടെക്നോളജിയുടെയും കൾച്ചറൽ വ്യത്യാസത്തിന്റെയും ഓഡിയൻസിന്റെ ആ ഒരു ചേഞ്ച് കൊണ്ടും എന്തായി മാറി, പുതിയ സ്റ്റോറീസൊക്കെ പുതിയ രീതിയിലാണ് ഇറങ്ങുന്നത്. ഇനി സ്റ്റുഡിയോസിന്റെ എവല്യൂഷനാണ്.
അപ്പം ഫിലിം സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അതായത് ടെക്നോളജി മാറുമ്പോൾ, ബിസിനസ് പ്രാക്ടീസസ് മാറുമ്പോൾ, കൾച്ചർ മാറുമ്പോൾ, അല്ലെങ്കിൽ കൾച്ചറിന്റെ ട്രെൻഡ്സ് മാറുമ്പോൾ ഫിലിം സ്റ്റുഡിയോസ് മാറും. ഇപ്പോൾ നോക്കിക്കൂ, ഏർലി ഇയേഴ്സ് ഓഫ് ഫിലിം സ്റ്റുഡിയോസ് 1890s തൊട്ട് 1910 വരെ സ്റ്റുഡിയോ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ചെറിയതായിരുന്നു. സ്റ്റുഡിയോസ് സിംഗിൾ ലൊക്കേഷൻ ആയിരുന്നു. ഷോർട്ട് ഫിലിംസിനൊക്കെ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ഫിലിം സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് കൊണ്ടുവന്നത് തോമസ് എഡിസൺ ആണ് US. ബ്ലാക്ക് മെറിയ സ്റ്റുഡിയോ എന്നാണ് ഇതിന്റെ പേര്. ഇന്റർനാഷണൽ സ്റ്റുഡിയോസ് യൂറോപ്പിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഫ്രാൻസിലും ബ്രിട്ടനിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അവരും ഷോർട്ട് ഫിലിംസിനെയായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡോക്യുമെന്ററീസിനെ. പിന്നെ നിക്ലോഡിയൻസ് എന്ന് പറഞ്ഞ ഒരു ചാനൽ വരാൻ തുടങ്ങി. ഒരു ഇതുണ്ടായിരുന്നു, നിക്ലോഡിയൻസ്, റൈസ് ഓഫ് നിക്ലോഡിയൻസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തിയേറ്റർ ഉടമകളെയാണ് നമ്മൾ നിക്ലോഡിയൻസ് എന്ന് പറയുന്നത്. അതായത് നിക്കലിന് വേണ്ടി, അതായത് നിക്കൽ നമ്മുടെ നാണയം പോലെ നിക്കൽ കണ്ടുവച്ചിട്ട് സിനിമ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇറക്കുന്നവരെയാണ് നിക്ലോഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ ഡിമാൻഡ് വരാൻ തുടങ്ങിയപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റുഡിയോസ് വരാൻ തുടങ്ങി. മിനി ഹോളിവുഡും സ്റ്റുഡിയോ സിസ്റ്റവും 1920s ആൻഡ് 1940s. 1910s ഒക്കെ ആയപ്പോഴത്തേക്കും ഫിലിം മേക്കേഴ്സ് ഹോളിവുഡ് എന്നുള്ള സ്ഥലത്തോട്ട് മാറാൻ തുടങ്ങി. ബിക്കോസ് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സണ്ണിയും ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ലാൻഡ്സ്കേപ്പുമാണ്. ഔട്ട്ഡോർ ഫിലിമിന് പറ്റിയ ഒരു ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. ഇപ്പം യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, വാർണർ ബ്രോസ്, പാരമൗണ്ട് സ്റ്റുഡിയോസ്, MGM ഇതൊക്കെ ഈ സമയത്താണ് വന്നത്. 1920s അല്ലെങ്കിൽ 1910. 1920s ആയപ്പോഴത്തേക്കും സ്റ്റുഡിയോ സിസ്റ്റം നല്ലൊരു മാറ്റം വന്നു. മേജർ സ്റ്റുഡിയോസ് ഒക്കെ വരാൻ തുടങ്ങി. അവർ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതായത് പ്രൊഡക്ഷൻ തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ വരെ ഫിലിം സ്റ്റുഡിയോസ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലിം സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ പാരമൗണ്ട്, MGM, വാർണർ ബ്രോ, 20th സെഞ്ചുറി ഫോക്സ്, അതുപോലെ തന്നെ RKO. അവരെയൊക്കെ വിളിക്കുന്ന ബിഗ് 5 എന്നാണ്. കാരണം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. വാസ്റ്റ് നമ്പർ ഓഫ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് തിയേറ്റേഴ്സുമായിട്ട് പോലും നല്ല വലിയ കണക്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ലിറ്റിൽ 3 സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് ആർട്ടിസ്റ്റ്, യൂണിവേഴ്സൽ, കൊളംബിയ പിക്ചേഴ്സ്. ഇതൊക്കെയാണ് യൂണിവേഴ്സൽ പിക്ചേഴ്സ്. അതൊക്കെ ലിറ്റിൽ 3 എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരൊക്കെ സ്മോളർ സ്റ്റുഡിയോസ് ആയിരുന്നു. പിന്നെ ജോണർ ഫിലിംസും ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ അതായത് ഹൊറർ ജോണേഴ്സ് വരാൻ തുടങ്ങി, റൊമാൻറ്റിക് കോമഡി, അങ്ങനെയൊക്കെ ഓരോ ജോണേഴ്സ് വരാൻ തുടങ്ങി. പിന്നെ എന്തായിരുന്നു, സ്റ്റാർ സിസ്റ്റം വരാൻ തുടങ്ങി. അതായത് ആക്ടേഴ്സ്, വലിയ വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് ഫിലിംസിന് കളക്ഷൻ കൂട്ടുക, അതൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ. പിന്നെ ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ് എന്നറിയപ്പെടുന്ന 1930s തൊട്ട് 1950s വരെയാണ്. സ്റ്റുഡിയോ പവർ പീക്ക് ആയത് ഈ ഒരു പീരീഡിലായിരുന്നു. സ്റ്റുഡിയോസ് നല്ല ഒരുപാട് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ലാവിഷായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള സെറ്റ്സും ലാർജ് കാസ്റ്റിങ്ങും ബിഗ് നെയിം സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് ചെയ്യാൻ തുടങ്ങി ഫിലിംസ്. വേൾഡ് വാർ 2 പോസ്റ്റ് വാറും ആ സമയത്ത് പ്രൊപ്പഗൻഡ ഫിലിംസും അതുപോലെ തന്നെ വാറിന്റെ ഫിലിംസ് ഒക്കെ ഒരുപാട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രി വാറിന് ശേഷം ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തി. അതാണ് ബെൻഹർ എന്നുള്ള മൂവി, ഗോൺ വിത്ത് ദ വിൻഡ് എന്നുള്ള മൂവി. പിന്നെ സ്റ്റുഡിയോ സിസ്റ്റം ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി 1950s ആൻഡ് 60s. കാരണം ടെലിവിഷൻ വന്നതോടുകൂടി തിയേറ്ററിലുള്ള അറ്റൻഡൻസ് അങ്ങ് കുറഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോസ് ചെയ്യാൻ തുടങ്ങി, ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ഒരുപാട് പേര് സ്റ്റുഡിയോസൊക്കെ തിയേറ്റർ, അതായത് ഉടമകളെല്ലാം വിൽക്കാൻ തുടങ്ങി. സ്റ്റുഡിയോസ് ബിഗ്ഗർ ബഡ്ജറ്റ് ഫിലിംസ് മാത്രം എടുക്കാൻ വേണ്ടിയുള്ള രീതിയിലായി. പിന്നെന്താണ്, സ്റ്റുഡിയോ സിസ്റ്റം തീർന്നപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് വരാൻ തുടങ്ങി. ഡയറക്ടേഴ്സും സ്റ്റാർസും ഒക്കെ കോൺട്രാക്റ്റിൽ നിന്നൊക്കെ മാറി പിന്നെ പ്രൊഡ്യൂസേഴ്സ് വന്ന് അവർക്ക് ഫ്രീഡം കൊടുത്തു. അപ്പോൾ പണ്ട് സ്റ്റുഡിയോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവർ ലോങ് ടേം കോൺട്രാക്റ്റിലായിരിക്കണം. 5 വർഷത്തേക്ക് ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ ഫിലിംസിലെ അഭിനയിക്കാവൂ എന്നൊക്കെ ഉള്ളൊരു കോൺട്രാക്ട് വെക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഈ ഡയറക്ടേഴ്സ്, അതായത് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പുതിയതായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് വരാൻ തുടങ്ങി. അതൊക്കെ മാറി. പിന്നെ 1960s ആൻഡ് 70s ആയപ്പോഴത്തേക്ക് ന്യൂ ഹോളിവുഡ് അല്ലെങ്കിൽ അമേരിക്കൻ ന്യൂ വേവ് എന്ന് പറഞ്ഞ് ഒരു സിസ്റ്റം വന്നു. അപ്പം അവർ സ്റ്റാൻലി കുബ്രിക്ക്, മാർട്ടിൻ സ്കോർസീസ് ഇവരൊക്കെ ആയിരുന്നു. അവരൊക്കെ ഈ ട്രഡീഷണൽ സ്റ്റുഡിയോ സിസ്റ്റത്തിൽ നിന്ന് മാറി ഔട്ട്സൈഡ് കൊണ്ടുപോയി അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള ഫിലിംസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ഇറ 1970s ആൻഡ് 1990s ജോസ് അല്ലെങ്കിൽ സ്റ്റാർ വാർസ് അവരൊക്കെ വന്നപ്പോഴത്തേക്കും ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് ലാർജ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും പിന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള തിയേറ്റർ റിലീസും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻസ് കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ സീക്വൽ മൂവീസ്, ഫ്രാഞ്ചൈസി മൂവീസ് ഒക്കെ വരാൻ തുടങ്ങി. എക്സാമ്പിൾ ജുറാസിക് പാർക്ക്, ഇന്ത്യാന ജോൺസ്, സ്റ്റാർ വാർസ് ഒക്കെ വരാൻ തുടങ്ങി. അവർക്കൊക്കെ മൾട്ടിപ്പിൾ സീക്വൽസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഹോം വീഡിയോസ് ഇറങ്ങാൻ തുടങ്ങി 80s 90s.
അപ്പോൾ അതും അഡീഷണൽ റവന്യൂ സ്ട്രീംസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ 1980s ഒക്കെ ആയപ്പോഴത്തേക്കും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ ഫിലിംസിനെ ഓൺ ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ വാർണർ ബ്രോസ് എന്ന് പറയുന്നത് ടൈം എന്താ പറയുക, പാരമൗണ്ട് എന്ന് പറയുന്ന ഗൾഫ് പ്ലസ് വെസ്റ്റേൺ പോലെയുള്ള ഗൾഫിലും അല്ലെങ്കിൽ വെസ്റ്റേൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഓൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു കോർപ്പറേറ്റ് അപ്രോച്ച് വരാൻ തുടങ്ങി ഫിലിംസിന്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡിയോസ് 1990s 2000 വന്നു. ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് എന്ന് പറയുമ്പോൾ ക്വെന്റിൻ ടെറാന്റിനോയുടെ പൾപ്പ് ഫിക്ഷൻ, അതുപോലെ തന്നെ കോയൻ ബ്രദേഴ്സിൻ്റെ ഫാർഗോ, പിന്നെ ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡിയോസ് ലൈക്ക് മിറാമാക്സ്, ന്യൂ ലൈൻ സിനിമയൊക്കെ വരാൻ തുടങ്ങി. അവർ ഔട്ട്സൈഡ് ട്രഡീഷണൽ ഹോളിവുഡ് സിസ്റ്റത്തിലോട്ട് ലോ ബഡ്ജറ്റിൽ വെച്ചിട്ട് നല്ല സിനിമകൾ ഇറക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ റവല്യൂഷൻ 1990s 2000 ആയപ്പോൾ ഡിജിറ്റൽ റവല്യൂഷൻ വരാൻ തുടങ്ങി. അപ്പോൾ ഡിജിറ്റൽ ക്യാമറാസ് ഒക്കെ വന്നു, എഡിറ്റിംഗ് ടൂൾസ് ഒക്കെ വന്നു, പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ റെഡ്യൂസ്ഡ് ആയി. അപ്പോൾ സ്മോളർ സ്റ്റുഡിയോസും ഇവർക്കൊക്കെ കുറച്ചും കൂടി കോമ്പീറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി. പിന്നെ ഇപ്പോൾ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ വന്ന 2010 തൊട്ട് പ്രസന്റ് വരെ ഉള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ ഒക്കെ വന്നതുകൊണ്ട് സ്റ്റുഡിയോ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഡ്രമാറ്റിക്കലി ചേഞ്ച് ആയി. പിന്നെന്താ പറയുക, ഈ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അവരൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് അങ്ങനെയുള്ള, അതായത് ഈ ഫിലിം അവാർഡ്സ് കിട്ടുന്ന ഫിലിംസ്, അങ്ങനെയുള്ള ഫിലിംസൊക്കെ ഒരുപാട് ഇറക്കുന്നുണ്ട്. തിയേറ്ററിക്ക് പിന്നെ അതുപോലെ തന്നെ സ്ട്രീമിംഗ് സിസ്റ്റം വന്നതോടുകൂടി ഫിലിംസ് എങ്ങനെ റിലീസ് ചെയ്യണമെന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ തന്നെ വളരെയധികം മാറ്റം വരാൻ തുടങ്ങി. തിയേറ്ററിക്കൽ റിലീസിന് പകരം ഇപ്പോൾ ഹോം വീഡിയോയിലൂടെ, ടെലിവിഷനിലൂടെ ഒക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് വന്നതോടുകൂടി. പിന്നെ ഗ്ലോബലൈസേഷൻ നല്ല രീതിയിൽ സ്റ്റുഡിയോ കോൺസെപ്റ്റിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ മാർക്കറ്റ്, അപ്പം ബോക്സ് ഓഫീസ് റവന്യൂ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഇപ്പോൾ ആളുകൾ അതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ ഇപ്പോൾ സിനിമാസ് ഇറക്കുന്നത്. ഓക്കെ, ഇനി ഫ്യൂച്ചർ ഓഫ് സ്റ്റുഡിയോസ് എന്ന് പറയുമ്പോൾ വീണ്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വിർച്വൽ പ്രൊഡക്ഷൻ വരുന്നതോടുകൂടി എക്സ്പെരിമെന്റേഷൻസ് ഒരുപാട് ഹാപ്പൻ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഓഡിയൻസിന് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിലിംസ് ഒക്കെ ആയിരിക്കും പിന്നീട് ഫ്യൂച്ചറിൽ ഇറക്കുന്നത്. പിന്നെ സ്റ്റുഡിയോ എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറും. ടെക്നോളജി വന്നതുകൊണ്ട് എവിടെ വേണം എന്നുണ്ടെങ്കിലും പോയി പടം എടുക്കാം. എഡിറ്റിംഗ് പ്രോസസ്സും ഡിജിറ്റൽ ടെക്നോളജിയും വളർന്നതുകൊണ്ട്. അപ്പം സ്റ്റുഡിയോസിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതിനോടൊപ്പം അതുപോലെ തന്നെ ഓഡിയൻസിന്റെ ബിഹേവിയറിലുള്ള ചേഞ്ചസും ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.